തുടരുന്നുണ്ട്. MC ഇതിന് ഇടയിൽ ഇപ്പോൾ ഈ ഇറാഖും ഒപ്പം ഹിസ്ബുള്ളയും വലിയ മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഹിസ്ബുള്ളക്ക് ഇപ്പോഴും ശേഷി ബാക്കിയുണ്ടോ? അതോ മുന്നറിയിപ്പ് മാത്രമേ ഉള്ളോ? അതോ ഇസ്രായേൽ ഇപ്പോഴും ഹിസ്ബുള്ള ഒരു ഭീഷണിയായി കാണുന്നുണ്ടോ? ഇറാഖ് ഇതിനകത്ത് എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നത്? പ്രത്യേകിച്ചും ഇറാഖിന്റെ മുകളിലൂടെയാണ് ഇസ്രായേലിന്റെ മിസൈൽ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇറാഖിന് ഇതിനകത്ത് സൈനികമായോ അല്ലെങ്കിൽ പ്രതിരോധപരമായോ എന്ത് റോള് ഇപ്പോഴത്തെ അവസ്ഥയിൽ എടുക്കാൻ കഴിയും? സൈഫുദ്ദീൻ, ഹിസ്ബുള്ള നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ഇസ്രായേലുമായിട്ടൊരു തുറന്ന യുദ്ധം, ആ വെടിനിർത്തൽ ഏതാണ്ട് മാസങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആ വെടിനിർത്തൽ ലംഘിക്കാൻ, ഈ ആക്രമണം നടന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുന്ന ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട ആ വെടിനിർത്തൽ തങ്ങൾ ലംഘിക്കുമെന്ന ഒരു പ്രതികരണവും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഈ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങൾക്കും അപ്പുറം ഇറാനിലെ ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖംനയെ സ്ഥാനഭ്രഷ്ടനാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും അമേരിക്ക ഏറെക്കുറെ അതിനെ പരോക്ഷമായിട്ട് മൗനാനുവാദം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇറാനു വേണ്ടി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. ഇറാഖിലാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, 2003 അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തോടു കൂടി ആ മേഖലയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇറാനും ഇറാഖും തമ്മിൽ അടുത്ത ബന്ധമാണ് നിലനിന്ന് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ മിസൈൽ ആക്രമണങ്ങളൊക്കെയും ഇറാഖിന്റെ വ്യോമാതിർത്തിയിലൂടെയാണ്, ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ വ്യോമാതിർത്തി മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ മണ്ണ് ഒരു നിലയ്ക്കും ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കില്ല, ആരെയും അത് ഉപയോഗിക്കരുത് എന്ന് ജോർദാനും സിറിയയും അതോടൊപ്പം തന്നെ ഇറാഖും വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതുപോലെ തന്നെ ഹൂത്തികളും, ഇത്രയും അമേരിക്കയുടെ ആക്രമണം നടന്നിട്ട് പോലും ഹൂത്തികൾക്കും കൃത്യമായി തന്നെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യകളും അത് വളരെ നിർണായകമാണ്. ഈ മൂന്ന് കൂട്ടരും കൂടി കുറെ കൂടി ശക്തമായിട്ട് ഇറാന്റെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടക്കുന്ന നടപടിയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ ചിത്രം കൂടുതൽ ആപൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.